ഇവിടെ 119 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 143 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എൻ്റെ പ്രമോദമാകുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ ആലോചനയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കടന്നു വരാമല്ലോ. ഇവിടെ അതിൻ്റെ 24 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അതിൻ്റെ 24 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്കൂടെ വായിച്ച് നമുക്ക് മുമ്പിലോട്ട് പോകാം. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. സ്തോത്രം. കണ്ടോ, ഇവിടെ നമ്മൾ വായിച്ചത് കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു. നമുക്കറിയാം, ദാവീദ് രാജാവ് താനൊരു രാജാവാണ് എന്ന ആ ഒരു ചിന്ത പോലും പലപ്പോഴും താൻ ഉപേക്ഷിച്ച് ഞാനൊരു അഭിഷിക്തനാണ് എന്നൊരു ചിന്ത പലപ്പോഴും ദാവീദിനെ ഭരിച്ചു. നമുക്കും വേണ്ടതാ ദൈവ പൈതലേ. ഏത് തലത്തിൽ ദൈവം നമ്മെ ഉയർത്തിയാലും നാം ഒരു അഭിഷിക്തനാണ്, നാം ഒരു അഭിഷിക്തയാണ് എന്നൊരു ചിന്ത എന്നിലും നിങ്ങളിലും ഭരിക്കണം. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമുള്ളവരെ ഈ ലോകത്തിൽ നിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു പങ്കും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തർക്കമുണ്ടാകാം. പക്ഷേ ഒന്ന് ചുറ്റുപാടും നോക്കൂ, നമ്മുടെ ജീവിതവുമായി ഒന്ന് നോക്കൂ. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ എത്രത്തോളം ദൈവത്തെ ആരാധിക്കുന്നു, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരാൾ ആരാധിക്കുന്നത് കണ്ടാൽ നമ്മൾ തുറിച്ചു നോക്കി കൈപോലും അടിക്കാതെ മൗനമായിരിക്കുന്നില്ലേ? അതാ സാത്താൻ ആൾക്കാരെ ഒരുക്കിക്കൊണ്ടിരിക്കുക, അവൻ്റെ കൂടെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടും താൻ ദൈവത്തെ മുറുകെ പിടിക്കുക. ഇന്ന് പകലിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന വിവിധ പ്രശ്നങ്ങളും വേദനകളും ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ഭയങ്കര നന്മകളോട് ചേർന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും സങ്കടങ്ങളും മാറുന്ന പകൽക്കാലമായിരിക്കട്ടെ. സ്തോത്രം. നോയിക്കേ, എന്നാൽ ദാവീദിന് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. അതാ പറഞ്ഞത്, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദം എൻ്റെ ആലോചനക്കാരും ആകുന്നു. അപ്പോൾ സാക്ഷ്യങ്ങളാണ് ദാവീദിൻ്റെ ആലോചനക്കാർ. സ്തോത്രം. ദാവീദിന് പറയാൻ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അതിലൊരു സാക്ഷിയാണ്, ഞാൻ ഈ പദവിയിലെത്തുവാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. കാരണം എൻ്റെ ജീവിതവും എൻ്റെ വാസവും കാട്ടിലാണ്. ഞാൻ ആടുകളുടെ കൂടെ അതിന് ഒന്നുപോലും കുറയാതെ അതിനാവശ്യമായതെല്ലാം നൽകി ആടുകളെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ഒരു ഇടയനാക്കി എന്നെ എൻ്റെ പിതാവും മാതാവും സഹോദരന്മാരെല്ലാം എന്നെ മാറ്റിക്കളഞ്ഞു. എന്നാൽ ദൈവം പറയുന്നു ഞാൻ പൗഴ നിറമുള്ളവനാണെന്ന്. ദൈവം പറയുന്നു ഞാൻ കോമള രൂപിയാണെന്ന്. എന്നാൽ മനുഷ്യൻ പറയുന്നു എനിക്ക് ഭംഗിയില്ല എന്ന്. ദൈവവൈതലേ, ഇന്ന് പകൽ മനുഷ്യൻ്റെ വാക്ക് നിന്നെ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന വാക്കായിരിക്കാം, ചിലപ്പോൾ നിന്നെ ഭാരപ്പെടുത്തുന്ന വാക്കായിരിക്കാം. ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ചില രംഗം നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ അതിനകത്തും നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. കാരണം ദാവീദിനെ ഒത്തിരി ശോധനയിൽ കൂടെയൊക്കെ കടത്തിവിട്ടു. അവിടെ എല്ലാം ദാവീദ് ഒരു
ഒരു നിഷ്കളങ്കനെ പോലെ, അല്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ, ഒരു ഭോഷനെ പോലെ ദാവീദ് മാറിക്കഴിഞ്ഞു. ഈ പ്രഭാതത്തിൽ നമ്മെ ദൈവം ഓരോ ഭാഗത്തും ആലോചനക്കാരനായും ദൈവത്തിൻ്റെ സാക്ഷ്യക്കാരനായും നമ്മെ നിർത്തുമ്പോൾ പറയുവാനോ പുകഴുവാനോ അഹങ്കരിപ്പാനോ എനിക്ക് നിങ്ങൾക്കും ഒന്നുമില്ലപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ചില സാക്ഷ്യങ്ങൾ ഇന്ന് പകൽക്കാലം എണീക്കുന്ന പകൽക്കാലമാണ്. നോക്കൂ, സാത്താൻ ഒരു കൂട്ടം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ ആരാധനകളിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരെ സാക്ഷ്യങ്ങളിൽ നിന്ന് അവരെ വലിച്ചു കൊണ്ടുപോകുക. ഇപ്പം നിങ്ങൾക്ക് പറയാം, ആ വിഷയത്തിനെ ഇല്ല, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു, ഇന്നും ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ഇന്ന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. എന്നാൽ ഇന്ന് പകലിൽ സ്വർഗം പറയുന്നത്, ആമേൻ, നിന്റെ ആരാധനയിൽ എവിടെയോ ഒരു കടുങ്കെട്ട് വീണിടക്കുക. ആരാധനയിൽ ദൈവശബ്ദം വെളിപ്പെടുന്നില്ല. ആരാധനയിൽ നീയും ദൈവവുമായി സംസാരിക്കുന്നില്ല. എവിടെയോ പിഴവുകൾ സംഭവിച്ചു, എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ആമേൻ, സ്തോത്രം, 162 വാക്യം പറയുന്നു, വലിയ കൊള്ള കണ്ടു കിട്ടിയ കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. വലിയ കൊള്ള കണ്ടു കിട്ടിയതുപോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ നമുക്ക് എവിടെ ആനന്ദിക്കാനുള്ളത്? വചനം. എവിടെ? ഏത് വചനം? ദൈവത്തിൻ്റെ വചനം ദൈവമാകുന്നു. ദൈവവചനം ദൈവത്തോളം ദൈവമാണ്. അതല്ലേ വചനം പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അല്ലേ? അപ്പൊ ഈ വചനത്തിനകത്ത് നമ്മൾ ആനന്ദിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ. ദിവസവും നിന്റെ നീതിയുള്ള വിധികൾ, നിന്റെ നീതിയുള്ള വഴികൾ, നിന്റെ നീതിയുള്ള ന്യായവിധികൾ, നിന്റെ നീതിയുള്ള വലങ്കൈ, യഹോവേ, ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എൻ്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം, ആമേൻ, സ്തോത്രം, പ്രിയമാകുന്നു. ഇന്ന് പകൽക്കാലം അത് നിന്റെ ജീവിതത്തിൽ പ്രിയമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കരുത്. ദൈവത്തെ ആരാധിക്കണം. യഹോവേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. പറയാമോ? ജീവിക്കാനുള്ള ബുദ്ധി, പ്രവർത്തിക്കാനുള്ള ബുദ്ധി, പ്രാർത്ഥിക്കാനുള്ള ബുദ്ധി, പ്രാപിപ്പാനുള്ള ബുദ്ധി, നല്ലൊരു ആലോചനക്കാരനായി, നല്ലൊരു പ്രവാചകനായി, നല്ലൊരു ദൂതുവാഹിയായി കർത്താവേ, നീ എൻ്റെ കൂടെ ഇരിക്കണം. അതാണ് ദാവീദിന്റെ പ്രാർത്ഥന. നീ എൻ്റെ കൂടെ ഇരിക്കണം. കാരണം ഞാൻ ആരാണ്? അരിഷ്ടന. എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ
നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. നീ എന്ത് ചെയ്യണം? എൻ്റെ അരിഷ്ടത എന്ത് ചെയ്യണം? കടാക്ഷിച്ച് എന്നെ വിടുവിക്കണം. ഇതാണ് തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന. ദൈവപൈതലേ, പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നിങ്ങളുടെ പ്രഭാതമാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം. സകല വാഹനങ്ങളെയും രക്തം കൊണ്ട് മുദ്രയിടുമാറാകണം. സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ പുനരുദ്ധരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.